അന്നദാനം കഴിക്കാൻ പോയല്ലോ, അതും 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട്. അപ്പൊ എങ്ങനെയാ? ബാ. അതെ, അന്നദാനം എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അതിപ്പോ 10-30 കിലോമീറ്റർ എന്നല്ല, 60 കിലോമീറ്റർ ആയാലും നമ്മൾ പോയി കഴിക്കണ്ടോ. അതിൽ മതമോ മറ്റു കാര്യങ്ങളോ നോക്കുന്നവർക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് ഇന്ന് മഹത്തായിട്ടുള്ള ഒരു അന്നദാനം കഴിക്കാൻ പോയതിന്റെ കഥയാണ്. അങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ അന്നദാനം കൊടുക്കുന്ന അവിടെ എത്തി. വേറെ എവിടെയല്ല, നമ്മുടെ വടക്കന്തറ മഹാകുംഭാഭിഷേകം നടക്കുന്നുണ്ട്. കാലത്ത് 10:30 മുതലാണ് അവർ ഈ ഒരു അന്നദാനം തുടങ്ങിയത്. ഏകദേശം ഒരു 15,000 ആൾക്കാർ കഴിച്ചു കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെയും അവർ കൊടുത്ത വിഭവങ്ങളിൽ ഒന്നുപോലും കുറവുണ്ടായിരുന്നില്ല. എല്ലാ വിഭവവും ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്ന് എങ്ങനെയോ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ആ അന്നദാന കൗണ്ടറിലോട്ട് കയറി കാണുമ്പോൾ ജനസാഗരമായിരുന്നു. വലിപ്പം തൊട്ട് പ്രായമായ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കുറേ സമയത്തിന് ശേഷം നമ്മളും ആ മഹത്തായിട്ടുള്ള അന്നദാനം കഴിക്കാൻ എത്തി. ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. അതിപ്പോ എത്ര മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചാലും അന്നദാനത്തിന്റെ തട്ട് താന്നല്ലേ ഇരിക്കുള്ളൂ. അന്നദാനം ഇഷ്ടമുള്ള ആൾക്കാരല്ലേ നിങ്ങളും? അങ്ങനെ ഒരു മഹത്തായുള്ള അന്നദാനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഉത്സവം കുറച്ചു നേരം കണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലോട്ട് പോയി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മെക്സ് ആൻഡ് വ്ലോഗ്സ്.